ബാലരാമൻ നായർക്ക് ഒരു ടെലിഗ്രാം ഉണ്ട്. കമ്പി 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 എന്താടാ കമ്പി നീ അങ്ങോട്ട് കൊടുക്കാൻ പൊട്ടിച്ച് വായിക്കട്ടെ. വായിക്കും. ഒപ്പട്ടെ. എവിടെ? എന്താ എന്തടാ എന്ത് പറ്റി? നമ്മുടെ ആനമുറ്റത്തെ ശിവശങ്കര മേനോൻ മരിച്ചു എന്ന് കമ്പി വന്നു. ഇത്രമാത്രം കരയാൻ നിന്റെ ആരാ ചത്തെ? ആരാന്ന് നിങ്ങൾക്കറിയില്ല. ഈ വീട്ടിൽ ഒരാൾക്കും അറിയില്ല. മരിച്ചത് എന്റെ ഏട്ടനാ. ഏട്ടൻ കുടുംബത്തിന് അപമാനം മാറ്റി വെച്ച് ഇറങ്ങിപ്പോയ ഏട്ടൻ ഇതുവരെ എവിടെയായിരുന്നു? വീടിനും വീട്ടുകാരെയൊക്കെ എത്ര നാൾ ഓർത്തില്ല എന്ന് പറഞ്ഞ രക്തബന്ധം കഴുകി കളയാൻ പറ്റുമോ? വേണമെന്ന് വെച്ചാൽ രക്തബന്ധവും എന്നല്ല, എന്ത് ബന്ധവും കഴുകി തുറച്ച് കളയാം. എന്ത് എളുപ്പം പറഞ്ഞു. കല്യാണം കഴിഞ്ഞ് പട്ടാളത്തിൽ പോയിട്ട് തിരിച്ചു വരുമ്പോ ഇളയമ്മ ഒരു മന്ത വെള്ളത്തിൽ ഈ ബന്ധം കഴുകി കളഞ്ഞിരുന്നെങ്കിൽ ഈ മച്ചിന്റെ താഴെ മീശയും പിരിച്ച് നിൽക്കാൻ പറ്റുമായിരുന്നോ ചിറ്റപ്പ? നീ കൂടുതൽ സംസാരിക്കണ്ട. ചിറ്റപ്പനും കൂടുതലൊന്നും സംസാരിക്കാൻ മതി. വെറുതെ അതൊന്നും പറഞ്ഞ് പരസ്പരം പിണങ്ങണ്ട. അമ്മാവൻ മരിച്ച സ്ഥിതിക്ക് കുറച്ച് ദിവസത്തേക്ക് ഉത്സവം മാറ്റി വെക്കുന്നതായിരിക്കും നല്ലത്. ശരിയാ, 41 കഴിയുന്നവരെങ്കിലും ഉത്സവം മാറ്റി വെക്കന്നെ. ഞങ്ങളുടെയൊക്കെ മനസ്സിൽ നിന്ന് 22 കൊല്ലം മുമ്പാവും മരിച്ചു. അന്നേ മനസ്സുകൊണ്ട് അവന് പിണ്ടവും വെച്ചു. അതുകൊണ്ട് ഇപ്പൊ ഈ ഉത്സവം മാറ്റി വെക്കേണ്ട കാര്യമില്ല. നായരെ, താൻ നാളെ തന്നെ ചെന്ന് ആ ജോത്സ്യനോട് ഇതുവരെ വരാൻ പറ. കുറെ കാലമായിട്ട് തറവാടായിട്ട് മേനന് ഒരു ബന്ധവുമില്ലായിരുന്നു. എന്നാലും രക്തബന്ധം അത് കഴുകിക്കളയാൻ പറ്റില്ലല്ലോ. ആ സ്ഥിതിക്ക് ഇപ്പൊ ഉത്സവം നടത്താൻ പറ്റിയ അവസ്ഥയാണോന്ന് ജോത്സ്യർ പ്രശ്നം വെച്ചൊന്ന് നോക്കണം. പിന്നെ വിളക്കെടുക്കുന്ന കാര്യത്തിലും കുടുംബത്തിലെ ഭിന്നാഭിപ്രായങ്ങളാ. ആചാരവിധി പ്രകാരം തെളിയുന്ന കാര്യങ്ങളാവുമ്പോ തർക്കങ്ങളൊക്കെ താനെ ഒഴിവായിക്കോളും. അതുകൊണ്ട് ജോത്സ്യര് തറവാട് വരെ ഒന്ന് വരണം. അതിനെന്താ, ആവാലോ. പ്രശ്നം വെച്ച് ഉത്സവ തീയതി അങ്ങ് നിശ്ചയിക്കാം. തർക്കങ്ങളൊക്കെ തീർന്ന് ഉത്സവം കെങ്കേമമായിട്ട് നടന്നു കിട്ടിയാ മതിയായിരുന്നു. അമ്മേ ഭഗവതി കാത്തുകൊള്ളണേ. ഒന്ന് അനങ്ങി വാടേ. താങ്ക് യു. എടാ മദന, ഈ മോഷണം ഒരു കുറ്റാണോ? ആണെന്നാ തോന്നുന്നത്. കാരണം നമ്മളെ കയ്യിൽ നിന്ന് ആരും ഒരു വസ്തുവും വാങ്ങുന്നില്ലല്ലോ. ഓടക്കുടൽ ഊതി ആടുകളെ മേച്ചിടക്കേണ്ട ഈ രമണൻ കന്നുകാലികളെ മോട്ടിച്ചടക്കുന്നു. ഇങ്ങനെ പോയാ നമ്മുടെ കഞ്ഞൂരി മുട്ടോന്നല്ല മുട്ടി. ഈ കുടിക്കുന്ന കള്ളിന് കൊടുക്കാൻ കാശില്ലെന്ന് അറിയോ നിനക്ക്? കാശുണ്ടേലും നമ്മൾ കുടിക്കും, കാശില്ലേലും നമ്മൾ കുടിക്കും. അതെ, കാശ് ഉള്ളതിനേക്കാൾ നല്ലതാണല്ലോ കാശില്ലാത്തതിനേക്കാൾ നല്ലത്. അപ്പൊ പിന്നെ കാശുള്ളതിനേക്കാൾ നല്ലതാണല്ലോ കാശില്ലാത്തത്. വലിയ വലിയ വരണം വരണം, ഇങ്ങോട്ടിരിക്കാം. ഇരുത്തണ്ട വാടക കാശെടുക്ക. ഉണ്ണേട്ടാ, താങ്ക് യു. എന്തിന്? അന്നൊരിക്കൽ ഗോവിന്ദന്റെ കയ്യിൽ നിന്ന് ഞങ്ങളെ രണ്ടുപേരെ ഇടികൊള്ളാതെ രക്ഷപ്പെടുത്തില്ലേ, അതിന് താങ്ക്സ്. അപ്പപ്പ കിട്ടുന്ന അടിക്ക് അപ്പപ്പ താങ്ക്സ് പറയണം, അല്ലാതെ 6 മാസം കഴിഞ്ഞിട്ടല്ല. അങ്ങനെയാണെങ്കിൽ ഞങ്ങള് മുൻകൂറായിട്ടൊരു താങ്ക്സ് പറയാം. എന്തിന്? ഇപ്പൊ മോന്തിയ കള്ളിന് കൊടുക്കാൻ കാശില്ല. ഈ മീശാരെ കയ്യിൽ നിന്ന് അടി ഉറപ്പാ. നീ എത്ര വെച്ചു? ഞാൻ 4. നീയോ? ഞാൻ 3 കുപ്പി 7 മുട്ടയും. അയ്യോ പാവം പാവങ്ങൾ. ഇവരുടെ കാശ് ഞാൻ തരാൻ ഉദ്ദേശിക്കുന്നില്ല. ഇടി കൊടുത്ത് മേടിച്ചോ. എന്തിനാണ് കാൽ കാശല്ലാതെ ഷാപ്പിൽ കരുതി ഇറങ്ങുന്നേ? ഇവന്മാരുടെ കൂം പിടിച്ചിലക്ക് കാശ് വാങ്ങിച്ചോ. എന്നാണ് ഉത്സവം കൊടിയേറേണ്ടതെന്ന് പ്രശ്നത്തിൽ തെളിയുന്നുണ്ടോ ജോത്സരെ? വരട്ടെ. അതിനു മുമ്പ് വിളക്കെടുക്കുന്നതിനുള്ള യഥാർത്ഥ അവകാശിയായ അളിയൻ മരിച്ചുപോയതുകൊണ്ട് അടുത്തതാരാണെന്ന് ഇപ്പോഴേ തീരുമാനിക്കണം. അതെ, അത് കഴിഞ്ഞിട്ട് ഉത്സവത്തേക്ക് നിശ്ചയിച്ചാൽ മതി. അതിനിപ്പോ തീരുമാനിക്കാൻ എന്തിരിക്കുന്നു? എന്റെ മകൻ രാമകൃഷ്ണൻ തന്നെയായിരിക്കും ഇത്തവണ വിളക്കെടുക്കുന്നത്. അയ്യടാ, അതൊക്കെ മനസ്സിൽ വെച്ചാ മതി. ഏട്ടൻ മരിച്ച സ്ഥിതിക്ക് അടുത്ത അവകാശം ഞാനാ. ആ അവകാശം ഞാൻ എന്റെ മകന് കൊടുക്കുകയാണ്. അവനാ ഇത്തവണ വിളക്കെടുക്കണത്. അമ്മ, ഇത് ദൈവത്തിന്റെ കാര്യമാണ്. ഇതിനെങ്കിലും തമ്മിൽ വഴക്കടിക്കരുത്. നീ ഒന്നും മിണ്ടാതിരിക്കേ. എന്റെ ദേവവും രാജീവവും പറഞ്ഞതിന് കാര്യമുണ്ട്. എന്തിനാ ഇപ്പൊ ഇങ്ങനെയൊക്കെ? അതെ, എല്ലാവരോടും കൂടി പറയുക, അളിയൻ മരിച്ചതുകൊണ്ട് ഇക്കൊല്ലം വിളക്ക് ഞാൻ എടുക്കും. ഞാൻ എന്നാ വിളക്കെടുക്കേണ്ടത് പറഞ്ഞോ. ആ പൂതിയകം മനസ്സിൽ വെച്ചോണ്ടാ മതി ഹരീന്ദ്രൻ നായരെ. ഇത് ഞങ്ങളുടെ തറവാട്ടുത്സവമാണ്. താനേ സംബന്ധക്കാരനാ, മനസ്സിലായോ? ഓ മനസ്സിലായി.
മക്കളെ കൊണ്ട് വിളക്കെടുപ്പിച്ച് 5 കൊല്ലം തറവാട്ടിക്കരയിൽ നിന്ന് ഭരിക്കാമെന്ന് വല്ല വിചാരം ഉണ്ടെങ്കിൽ ആ വെള്ളം അങ്ങ് വാങ്ങി വെച്ചാൽ മതി. വിളക്കെടുക്കുന്നതിന് ചൊല്ലി ഇവിടെ ആരും തമ്മിൽ തല്ലണ്ട. ആരാ വിളക്കെടുക്കേണ്ടെന്ന് പ്രശ്നത്തിൽ തെളിയട്ടെ. അതെ, അതാ നല്ലത്. ഇനിയിപ്പോ വല്യേട്ടനാണ് വിളക്കെടുക്കേണ്ടതെന്ന് തെളിഞ്ഞാലും എനിക്ക് സന്തോഷമേ ഉള്ളൂ. ആദ്യം അത് പ്രശ്നം വെച്ചോളൂ ജോത്സരെ. പ്രശ്നത്തിൽ കാണുന്നത് ഈ കുടുംബത്തിലെ കാർത്തിക നക്ഷത്രത്തിൽ പിറന്ന ഒരു പുരുഷ പ്രജ വിളക്കെടുക്കണമെന്നുള്ളതാണ്. അതെന്റെ മകൻ രാജീവനാ. എല്ലാ ഈശ്വരാനുഗ്രഹം. ഒന്നുകൂടെ നോക്കണോ? വേണ്ട അല്ലേ? ഇനി ഉത്സവത്തിന്റെ തീയതി കുറിച്ചാട്ടെ. ഈ വരുന്ന കുംഭമാസത്തിലെ അവസാനത്തെ വെള്ളിയാഴ്ച ഉത്സവത്തിന് കൊടിയേറാം. അത് നടക്കില്ല. ഞാൻ ജയലക്ഷ്മി, ഇവിടുത്തെ മരിച്ചുപോയ ശിവശങ്കര മേനോന്റെ ഏക മകൾ ജയലക്ഷ്മി മേനോൻ. ഇക്കൊല്ലത്തെ ഉത്സവത്തിന് വിളക്കെടുക്കേണ്ട യഥാർത്ഥ അവകാശി. പക്ഷേ അച്ഛൻ മരിച്ചിട്ട് അധിക ദിവസമാകാത്തതിനാൽ 41 ദിവസമെങ്കിലും കഴിഞ്ഞിട്ട് മതി ഉത്സവ തീയതി തീരുമാനിക്കുന്നത്. വഴിയെ പോയ ഏതെങ്കിലും അലവലാതിക്ക് വന്നു കയറി നിറങ്ങാനുള്ളതല്ല ആനമുറ്റം തറവാട്. ആനമുറ്റത്തുകാരെ എന്ന് ഉത്സവം നടത്തുന്നത് തീരുമാനിക്കാൻ നീ ആരടി? ഞാനല്ല തീരുമാനിച്ചത്. 41 ദിവസത്തേക്ക് ഉത്സവം നടത്തുന്നത് കോടതി തടഞ്ഞിരിക്കുക. കോർട്ട് ഓർഡർ. എടി സുജാതെ, നീ ആരോട് ചോദിച്ചിട്ടാടി ആ മൂദേവിക്ക് മുറി തുറന്നു കൊടുത്തത്? എന്തിനാണ് ആണുങ്ങളെന്ന് പറഞ്ഞു നിൽക്കണേ? പോയി വിളിച്ചിറക്കി കൊണ്ടുപോടാ അവളെ. അമ്മ എന്തോ വിചാരിച്ചേ? ആനമുറ്റത്ത് ആൺകുട്ടികളില്ലാന്നോ? ഞാൻ വിളിച്ചു. എന്നാ ചെല്ല്. വല്യമ്മ എന്തിനുള്ള പുറപ്പാടാ? അതൊന്നും നീ അറിയില്ല. എന്താ വല്യേട്ടാ? എന്താ എന്താ നിങ്ങൾക്ക് അറിയണ്ടേ? എന്ത് ധൈര്യത്തിലാണ് നീ ആ മുറിക്കകത്ത് കയറി താമസിക്കുന്നേ? മരിച്ചുപോയ എന്റെ അച്ഛന്റെ മുറിയെന്ന ഒറ്റ ധൈര്യത്തിൽ. ശിവശങ്കരമേനെ ഇങ്ങനെ ഒരു മോളെന്ന് ഞങ്ങൾക്കാർക്കും അറിയില്ലല്ലോ. ശിവശങ്കര മേനോനെ തന്നെ നിങ്ങൾക്കാർക്ക് അറിയില്ല. പിന്നെയല്ലേ അദ്ദേഹത്തിന്റെ മോളെ. അതേടി, നിന്നെയും അറിയില്ല, നിന്റെ തന്തയും അറിയില്ല. അതുകൊണ്ട് ഇപ്പൊ തന്നെ ഇവിടെ ഇറങ്ങണം. ഇവിടെ സ്ഥിരതാമസത്തിന് വന്നതൊന്നുമല്ല ഞാൻ. എന്റെ അച്ഛന്റെ ഏറ്റവും വലിയ ആഗ്രഹമായിരുന്നു മരിക്കുന്നതിന് മുൻപ് ഈ തറവാട്ടിലെ ഉത്സവത്തിന് വിളക്കെടുക്കണമെന്ന്. ദൈവം അച്ഛൻ അതിനെ സമ്മതിച്ചില്ല. അച്ഛന്റെ ആഗ്രഹം എനിക്ക് നടത്തണം. അത് കഴിയുന്നത് വരെ എനിക്ക് ജീവനുണ്ടെങ്കിൽ ഞാനിവിടെ ഉണ്ടാകും. ഇത്തവണ ഉത്സവത്തിന് വിളക്കെടുക്കേണ്ടത് ഞാനാണെന്നാണ് പ്രശ്നത്തിൽ തെളിഞ്ഞിരിക്കുന്നത്. ആ അവകാശം തട്ടിയെടുക്കാനാണ് നീ വന്നത്. പാരമ്പര്യമായി എനിക്ക് മാത്രം കിട്ടിയ അവകാശത്തിന് മുന്നിൽ നിങ്ങൾ പ്രശ്നം വെപ്പിച്ചെടുത്ത അധികാരം ഒന്നുമല്ല. എന്റെ മരിച്ചുപോയ അച്ഛൻ സാക്ഷിയായി ഞാൻ പറയുക, ഉത്സവം നടക്കുമെങ്കിൽ വിളക്കെടുക്കുന്നത് ഞാൻ മാത്രമായിരിക്കും. എങ്കിൽ അത് എന്നെ ഒന്ന് കാണണമല്ലോ. കാണാം.